ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തനി നാടൻ രീതിയിൽ അട ഉണ്ടാക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ശർക്കര ചീകി എടുത്തതാണ് കേട്ടോ. അത് ഞാൻ കപ്പ് കണക്കിനാണ് എടുക്കുന്നത്. ഞാനിവിടെ ഏതാണ്ട് ഒരു 2 കപ്പോളം ചീകി എടുത്ത ശർക്കര എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് സ്റ്റവിലൊന്ന് വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് സോഫ്റ്റായിട്ട് ഉണ്ടാക്കുക നോക്കാമല്ലോ അട. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരിപ്പൊടിയാണ്, ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നല്ല പത്തിരിപ്പൊടിയാണ്. 2.5 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാത്ത പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെള്ളം ഞാനിവിടെ നോക്കിയിട്ടാണ് അളന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് 2.5 കപ്പോളം അരിപ്പൊടിക്ക് ആദ്യം ഞാൻ 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. നമ്മൾ ശരിക്കും പായസമൊക്കെ വെക്കാൻ ഉണ്ടാക്കിയെടുക്കുന്ന അടയില്ല, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ 1 കപ്പും കൂടെ ഞാൻ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം, ഒട്ടും തന്നെ കട്ട കെട്ടാതെ വേണം കേട്ടോ. അപ്പോൾ സാധാരണ തിളച്ച വെള്ളത്തിലിട്ടിട്ടല്ലേ നമ്മൾ കുഴച്ചെടുക്കാറ്. ഇത് ഞാൻ ആദ്യം തന്നെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും 1 കപ്പും കൂടെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട ഈ പൊടി കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടായി വരണം. ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നില്ല കേട്ടോ, കുഴച്ചെടുക്കുന്നുമില്ല. അതുപോലെ തന്നെ ഇതിനെ ഒരുപാട് ലൂസാക്കി എടുക്കൊന്നുമില്ല. ഒഴിച്ചട കണ്ടിട്ടില്ലേ, ഒഴിച്ചടയുടെ ഏതാണ്ട് ആ ഒരു രീതിയിലാണ് ഇരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ചൂടായി ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന അത്രയും ലൂസായിട്ടാണ് ഇത് നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ഉണ്ടാവുക. ഒരുപാട് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ലാതെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്നിങ്ങനെ കുറുകി വരുന്ന സമയത്ത് തന്നെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ അടയ്ക്കുള്ള അരിപ്പൊടി ഇവിടെ ഈ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പൊടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അരിപ്പൊടി, തരിയില്ലാത്ത പൊടി. അതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇതുപോലെ സ്പെഷ്യൽ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അരിപ്പൊടി കൂട്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ശർക്കര ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതും ഒന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാനിതിൽ ഒരു 2.25 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ഇതിലേക്ക് ചുക്കും ജീരകവും കൂടെ പൊടിച്ചതാണ് കേട്ടോ ഇത്, ചുക്കും ജീരകവും. ഏലക്കായ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, 1/2 സ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചുക്കും ജീരകവും. പിന്നെ നമ്മൾ ഇത് നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ലൂസായിപ്പോവും. അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് കച്ചറയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇതിൻ്റെ ഈ വെള്ളം ഉണ്ടല്ലോ, ശർക്കരയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയിൽ നല്ലോണം ഇങ്ങനെ പിടിച്ചിരിക്കും ഇതിൻ്റെ മധുരവും ഈ ശർക്കരയൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇത് അത്യാവശ്യം ഈ ഒരു രീതിയിലായിട്ടുണ്ട്. തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, ശർക്കരയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ ലൂസായി വരില്ല, ഇങ്ങനെ വെള്ളം ഒലിച്ച പോലെ ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഇലയാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന ഇല. ഇവിടെ പക്ഷേ ഇല അങ്ങനെ കിട്ടില്ല. ഇതിപ്പോൾ ഗണേശോത്സവമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇല കിട്ടുന്നത്. ഇപ്പോൾ കുറച്ച് വലിയ ഇല നോക്കിയെടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. നല്ല ഇലയാണ് കേട്ടോ. സാധാരണ ഇല പോലെയല്ല ഇവിടുത്തെ ഇല, വളരെ ചെറുതാണ്. അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് ശർക്കര ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അരിപ്പൊടി കുറുക്കിയെടുത്തിട്ടുണ്ട്. എന്നിവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ, സാധാരണ വെള്ളം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുറുക്കിയെടുത്ത ഈ അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ
ഒട്ടും തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന പരുവത്തിലല്ല ഉള്ളത്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതാ ഇല ഇങ്ങനെ വെച്ച് നമ്മളിപ്പോൾ ഈ എടുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, കുറുക്കിയെടുത്ത അരിപ്പൊടി ഇതുപോലെ തന്നെ പരത്തുകയാണ് ചെയ്യുന്നത്. വെള്ളം ഇതുപോലെ ഒന്ന് കയ്യിൽ തൊട്ട് കൊടുത്ത് ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ശരിക്കും വായിലിട്ടാലിങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള അത്രയും സോഫ്റ്റായിട്ടുള്ള അട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നാടൻ രീതിയിൽ ചെയ്യുന്ന അട പരത്തിയതാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് പരത്തുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, വെറും 3-4 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അരിപ്പൊടി കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ അതാ കൈ കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പൊടി കുഴച്ചെടുക്കാതെ തന്നെ നമ്മളിങ്ങനെ അരി കുറുക്കിയത് വെച്ചതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സൈഡിൽ മാത്രം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ കുറച്ചധികം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വേണം. ഒരു സൈഡിലിട്ട് കൊടുത്ത് നല്ലോണം ഇങ്ങനെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് സാധാരണ അട ഇങ്ങനെ മടക്കിയെടുക്കുന്ന പോലെ തന്നെ മടക്കിയെടുക്കാൻ കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒട്ടും തന്നെ പണിയില്ല. കൈ കഴിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കുറുക്കിയെടുത്താൽ മതി കേട്ടോ അരിപ്പൊടി. അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഒട്ടും പണിയൊന്നുമില്ല. കറക്റ്റ് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ. അപ്പോൾ അതാ കൈ കൊണ്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കണം. നമുക്ക് കുറുക്കിയെടുത്ത അരിപ്പൊടി കൊണ്ട് പരത്തിയെടുക്കുന്ന അട മുഴുവനായിട്ടും ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മുന്നേ തന്നെ. അപ്പോൾ അട എല്ലാം ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുക. ഇതിന് പകരം ദോശത്തവയിൽ വെച്ച് നമുക്കിതുപോലെ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായി ഇതുപോലെ അടക്കി വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാനത് ഇവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല ചൂടാണ് കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഒന്ന് ചൂടാറിയ ശേഷം മാത്രമേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. ഈ ഇലയൊന്നിങ്ങനെ തുറക്കാൻ പറ്റുള്ളൂ. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് പുഴുങ്ങി ഈ ഒരു ചെമ്പ് ഇങ്ങനെ തുറക്കുമ്പോൾ ഈ വാഴയില വാടിയൊരു മണം, അത് ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ നമ്മളിങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന ഇലയട. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാനത് തുറന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ.